ഓഫീസ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഇന്നോവയ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് നമ്മുടെ ചേലക്കരയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ലേഡി ബഗ് ലിങ്കറി ആൻഡ് ഇന്നോവയ സ്റ്റോർ ചേലക്കര. ഫോട്ടോഷൂട്ടും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവിസിബിൾ ബ്രാ, പിന്നെ ബിഗിനേഴ്സിന് പറ്റിയ സ്പോർട്സ് ബ്രാ, അതിൽ തന്നെ പുഷപ്പ്, നോൺ പുഷപ്പ്, സീംലെസ്, ഫുൾ കവേർഡ് കളക്ഷൻസും ഇവിടെയുണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിലുള്ള ബ്രാലറ്റ്സ്, പാൻറ്റീസിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ മാച്ച് ആവുന്ന ഫുൾ ആൻഡ് ഹാഫ് സ്ലിപ്സ്, അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റ്സും ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ സാരി കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ഷേപ്പ് വരുന്ന ബട്ടക്സ് പാഡ്സും ഷേപ്പ് സ്കേർട്സും ഇവിടെയുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നിയർ ചേലക്കര പോലീസ് സ്റ്റേഷൻ, ഓപ്പോസിറ്റ് സേവ് മാർട്ട് സൂപ്പർ മാർക്കറ്റ്. ദേശമംഗലത്ത് തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വീടിന്റെ വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മേലെ തലശ്ശേരി പുത്തൻപേടികയിൽ മുഹമ്മദിന്റെ ഭാര്യ 71 വയസ്സുള്ള ആയിഷയാണ് മരിച്ചത്. മരണകാരണം ഇടിമിന്നലേറ്റതാണോ എന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ദേശമംഗലത്ത് തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വീടിന്റെ വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മേലെ തലശ്ശേരി പുത്തൻപേടികയിൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ 71 വയസ്സുള്ള ആയിഷയാണ് മരിച്ചത്. മരണകാരണം ഇടിമിന്നലേറ്റതാണോ എന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് ആയിഷയെ വീടിന്റെ വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. 2 ദിവസം മുൻപ് സമീപത്തെ കല്യാണത്തിന് പങ്കെടുത്ത ശേഷം മടങ്ങിയെത്തിയ ആയിഷ വരാന്തയിലിരുന്ന് മുറുക്കാൻ തയ്യാറാക്കുന്നതിനിടെയാകാം അപകടം സംഭവിച്ചതെന്നാണ് കരുതുന്നത്. ഈ സമയത്ത് പ്രദേശത്ത് ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും ഉണ്ടായിരുന്നു. ആയിഷയുടെ വീടിന് സമീപമുള്ള പറമ്പിലെ വലിയ പ്ലാവ് ഇടിമിന്നലിൽ പിളർന്ന നിലയിലാണ്. ഇതാണ് മരണകാരണം ഇടിമിന്നലാകാമെന്ന സംശയം നാട്ടുകാരിൽ വർദ്ധിപ്പിച്ചത്. എന്നാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി റിപ്പോർട്ട് ലഭിച്ച ശേഷമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.